ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ജിജാസ് വേവിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാനിട്ട വീഡിയോയുടെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ മാർമല വാട്ടർഫോൾസിൻ്റെ സെക്കൻഡ് പാർട്ട് കണ്ടുപിടിക്കുക. ഞങ്ങൾ കൊണ്ടുവന്ന ബാഗും സാധനങ്ങളും എല്ലാം അപ്പുറത്ത് തന്നെയാണ് വെച്ചത്. കാരണം അതുവഴി ക്രോസ് ചെയ്ത് പോകുമ്പം വെള്ളം ഒഴുകുന്ന കല്ലയിലൊക്കെ നല്ല തെന്നലുണ്ട്. ഒക്കെ സൂക്ഷിച്ച് പെതുക്കെ ഞങ്ങൾ അപ്പുറത്ത് ഇങ്ങോട്ട് പോവുകയാണ്. ഇവിടെ വന്നത് ജസ്റ്റ് കണ്ടിട്ട് താഴെയാണ് വെള്ളത്തിലിറങ്ങാമെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോകാമെന്നുള്ള ഇതിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം പിള്ളേരെല്ലാം കൂടെ ഇറങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും വെള്ളത്തിലിറങ്ങി. അങ്ങനെ ഇവിടെ ഞങ്ങൾ ഉച്ച വരെ ഇവിടെ നിന്നു. അതിന് ശേഷമാണ് ഞങ്ങൾ താഴേക്ക് പോയത്. അപ്പോൾ ഇവിടുത്തെ ഉള്ള വീഡിയോയും കാണുക. വെള്ളം ഒഴുകി വരുന്നത് മുകൾ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ അവിടം വരെ ഒന്ന് പോകുന്നുണ്ട്. അതിൻ്റെ നേരെ താഴെയാണ്. ഓരോരോ സ്ഥലങ്ങളിലും കുറേ ആൾക്കാർ അവിടെ ഇവിടെ എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഫാമിലിയായിട്ട് ഓരോരോ ഈ കുഴി പോലെ ഇങ്ങനെ വെള്ളം വന്ന് വീഴുന്നുണ്ട്. അവിടെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. കുറേ ഫാമിലി ഞങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. പിന്നെ മുകളിലും താഴെയും എല്ലായിടത്തും നിറയെ ആൾക്കാരായിരുന്നു.
വെള്ളത്തിലാണെങ്കിൽ ഭയങ്കര തണുപ്പാണ്. നമ്മൾ ഇറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പ്. പിന്നെ ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞ് നല്ല വെയിലും ഉണ്ടായിരുന്നു. പിന്നെ തണുത്ത വെള്ളമായതുകൊണ്ട് അത്രയും കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ട്രിപ്പായിട്ട് മാറിയത്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ വെള്ളത്തിൽ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുകളിലോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ ഇനി മുകളിൽ വെള്ളം വീഴുന്നതിൻ്റെ അവിടം വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മാത്രമേ പോയുള്ളൂ. ഞാനും അച്ചാച്ചനും കുട്ടു കണ്ണനും മാത്രം. ബാക്കിയുള്ളവരൊക്കെ താഴെയായിരുന്നു. അവർ പിന്നെ പോയി. അപ്പോൾ ഞങ്ങളൊന്ന് പോയി നോക്കാനായിട്ട് ജസ്റ്റ് അവിടം വരെ പോവുകയാണ്. നല്ല ഭംഗിയാണ് അവിടുത്തെ കാഴ്ചകളും. അത് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അവിടെ പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി നോക്കുക. കോട്ടയം ജില്ലക്കാർക്ക് നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. പക്ഷേ പോകുന്ന സമയങ്ങളിൽ നന്നായിട്ട് സൂക്ഷിക്കുക. മഴ പെയ്യുന്ന സമയങ്ങളിലും ഉരുൾപൊട്ടുമെന്നൊക്കെ പറയുന്ന സമയങ്ങളിലൊന്നും പോകാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞങ്ങൾ ഈ വലിയ പാറയുടെ ഒക്കെ കൂടെ തന്നെ ചവിട്ടി പോകാൻ ഒത്തിരി സേഫായിരിക്കണം. സൂക്ഷിച്ചൊക്കെ വേണം. ചെരുപ്പൊന്നും ഇടാതെ വേണം പോകാനായിട്ട്. എല്ലായിടത്തും കുറേ ആൾക്കാർ അവിടെ എവിടെയും ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ ആ വെള്ളം ഒഴുകി വരുന്നതിൻ്റെ താഴെ നല്ല 3-4 ആൾ താഴ്ചയുള്ള കുഴിയാണെന്നാണ് പറഞ്ഞത്. അവിടെ അധികം പോകാതിരിക്കാൻ ശ്രമിക്കുക. അവിടെയൊക്കെയാണ് കൂടുതൽ ആൾക്കാർ മരിച്ചു പോകുന്നത്. അവിടെ ചെല്ല് കഴിയുമ്പോൾ ചുഴി പോലെയുണ്ട് താഴോട്ട്. ഞങ്ങളൊന്നും അവിടെ ഇറങ്ങിയില്ല. പക്ഷേ രണ്ടാമത്തെ ട്രിപ്പ് വന്നപ്പം അച്ചാച്ചൻ അവിടെ ഇറങ്ങിയായിരുന്നു. അവർ കുറച്ച് നീന്തി കഴിഞ്ഞിട്ട് അവർ പറയുന്ന കാലിന് നല്ല ആയിട്ട് നീന്താൻ പറ്റുന്നില്ല. നന്നായിട്ട് അടിയിലോട്ടുള്ള വലിച്ചുകൊണ്ട് പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെ തിരിച്ചു
ഇവിടെ ഒന്നും മാക്സിമം ആൾക്കാർ വന്ന് ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. താഴെയൊക്കെ വെള്ളത്തിൻ്റെ ഉണ്ടല്ലോ ഒഴുകാൻ, പിന്നെ അവിടെ പോയി ഇറങ്ങിയാൽ മതി. എന്തിനാ അതിനടി തന്നെ പോയി ഇറങ്ങി വെറുതെ നമ്മൾ അപകടം വലിച്ചു വെക്കുന്നത്. അതുകൊണ്ട് അവിടെ ആരും പോകുന്നവർ ഏത് വെള്ളച്ചാട്ടത്തിൽ പോയാലും ഇതുപോലെ ഒഴുകി വരുന്നതിൻ്റെ താഴ്ഭാഗത്ത് അടിയിലോട്ട് എല്ലാ വെള്ളച്ചാട്ടത്തിലും ചുഴിയാണെന്നാണ് പറയുന്നത്. അപ്പം അത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഞങ്ങൾ ഇവിടെ എല്ലാം കണ്ട് ഞങ്ങൾ നേരെ കുറച്ച് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ താഴോട്ട് പോകണം. ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ച് ഞങ്ങൾ വണ്ടി കിടക്കുന്നിടത്ത് വന്നിട്ടുണ്ട്. കഞ്ഞിയൊക്കെ റൈസ് കുക്കറിനകത്ത് അതുപോലെ വെച്ചോണ്ടാണ് ഞങ്ങൾ പോയത്. അവിടെ കൊണ്ടുവന്നാണ് ഞങ്ങൾ കഞ്ഞി വാർക്കുക വരെ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ 4 ഫാമിലിയും ഞങ്ങൾ ചോറും കറിയൊക്കെ ആയിട്ട് വന്നതുകൊണ്ട് നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല സന്തോഷമായിരുന്നു. റോഡ് സൈഡിൽ ഞങ്ങൾ പായൊക്കെ വിരിച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ചോറും ചിക്കനും അച്ചാറും മോരും കോവയ്ക്ക മെഴുകുവരട്ടി ഇതായിരുന്നു ഞങ്ങളുടെ കറിയും ചോറും. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് താഴെ വന്ന് ഇറങ്ങി. അവിടെ ഞങ്ങൾ ഒരു 5:30 മണി വരെ ഉണ്ടായിരുന്നു. നല്ല അവിടെ ഉച്ച കഴിയും തോറും നല്ല വെള്ളത്തിന് തണുപ്പ് കൂടി വരുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തെ ആ ഒരു ഫീലിംഗ് അല്ലേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഇറങ്ങി അവിടെ പോരുന്ന സമയം അവിടെയൊക്കെ ഒരു അരയറ്റം വെള്ളമുണ്ട്. പിള്ളേർക്കൊക്കെ മുങ്ങത്തില്ല. അല്ലിപ്പിളിയൊക്കെ ശകലം പെടലിയുടെ അവിടം വരെ വെള്ളമുണ്ട്. ഞങ്ങളതിനെ എടുത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് നിന്നത്. സൂക്ഷിച്ച് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. എല്ലാവരും പോയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് പോകാൻ ശ്രമിക്കുക, സേഫായിട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതാണ്. എല്ലാവർക്കും ബായ്.